മലയാളികളെ സംബന്ധിച്ചിടത്തോളം വിഷുവിന്റെ ഐശ്വര്യം തുളുമ്പുന്ന മാസമാണ് ഏപ്രിൽ. പുതിയൊരു പുലരിയിലേക്കും പ്രതീക്ഷകളിലേക്കും നാം കണ്ണു തുറക്കുന്ന ഈ കാലയളവ് രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു മാസം എന്നതിലുപരി വരാനിരിക്കുന്ന വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാണ്. കഠിനാധ്വാനത്തിന് അർഹമായ പ്രതിഫലം ലഭിക്കാതെ വിഷമിക്കുന്നവർക്കും കുടുംബജീവിതത്തിൽ സമാധാനം ആഗ്രഹിക്കുന്നവർക്കും ഈ മാസം പ്രപഞ്ചം ചില പ്രത്യേക സൂചനകൾ നൽകുന്നുണ്ട്. 2026 എന്ന വർഷം ആഗോളതലത്തിൽ തന്നെ വലിയ സാമ്പത്തിക സാമൂഹിക മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒന്നാണ്. ഈ മാറ്റങ്ങൾ രോഹിണി നക്ഷത്രക്കാരുടെ വ്യക്തി ജീവിതത്തെ എങ്ങനെ ബാധിക്കും? നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ പുതിയ അവസരങ്ങൾ തെളിയുമോ? സാമ്പത്തികമായി നിങ്ങൾ സുരക്ഷിതരാണോ? അതോ ചില മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ടോ? പ്രണയത്തിലും ദാമ്പത്യത്തിലും ഈ ഏപ്രിൽ മാസം മധുരം നിറയ്ക്കുമോ? ആത്മീയമായ ഉണർവ് നിങ്ങളെ എപ്രകാരം സ്വാധീനിക്കും? ഈ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യവും വ്യക്തവുമായ ഉത്തരമാണ് ഈ വിശകലനത്തിലൂടെ നാം തേടുന്നത്. ജ്യോതിഷം എന്നത് വെറുമൊരു പ്രവചനമല്ല, മറിച്ച് ജീവിതത്തിലെ പ്രതിസന്ധികളെ മുൻകൂട്ടി കണ്ട് അവയെ മറികടക്കാനുള്ള ഒരു വഴികാട്ടിയാണ്. ഗ്രഹനിലകളുടെ സങ്കീർണതകളിലേക്ക് കടക്കാതെ തന്നെ സാധാരണക്കാരന് മനസ്സിലാക്കാവുന്ന രീതിയിൽ നിങ്ങളുടെ നക്ഷത്രനാഥനായ ചന്ദ്രന്റെയും മറ്റു പ്രധാന ഗ്രഹങ്ങളുടെയും സഞ്ചാരപഥം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന സ്വാധീനത്തെക്കുറിച്ചാണ് ഇവിടെ വിശദീകരിക്കുന്നത്. രോഹിണി നക്ഷത്രക്കാർ പൊതുവെ സ്ഥിരത ആഗ്രഹിക്കുന്നവരും ആഡംബര പ്രിയരുമാണ്. കലയോടും പ്രകൃതിയോടും ഇവർക്ക് പ്രത്യേകമായൊരു ആഭിമുഖ്യമുണ്ട്. ഈ ഏപ്രിൽ മാസത്തിൽ നിങ്ങളുടെ ഈ സ്വഭാവ ഗുണങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഭാഗ്യത്തെ നിർണ്ണയിക്കുന്നതെന്ന് നാം പരിശോധിക്കും. ബിസിനസ്സുകാർക്ക് പുതിയ ചക്രവാളങ്ങൾ തുറക്കപ്പെടുമോ? ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുമോ? വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാകുമോ എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കിക്കാണാം. വിഷുക്കണി കണ്ടു തുടങ്ങുന്ന ഈ മാസം നിങ്ങളുടെ ജീവിതത്തിലും ഒരു കണി കാണാൻ പ്രപഞ്ചം ഒരുങ്ങിയിരിക്കുകയാണ്. ചിലപ്പോൾ അത് അപ്രതീക്ഷിതമായി ലഭിക്കുന്ന ഒരു ധനയോഗമാകാം, അല്ലെങ്കിൽ വർഷങ്ങളായി നിങ്ങൾ ആഗ്രഹിച്ച ഒരു സ്വപ്ന സാക്ഷാത്കാരമാകാം. എന്നാൽ അതേസമയം തന്നെ ഏപ്രിൽ മാസത്തിലെ ചൂടിനെ പോലെ നിങ്ങളുടെ മനസ്സിനെ അല്പം അസ്വസ്ഥമാക്കുന്ന ചില സാഹചര്യങ്ങളും ഉണ്ടായേക്കാം. അവയെ എങ്ങനെ പക്വതയോടെ നേരിടാമെന്നും ഈ വിശകലനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിശ്വാസ്യതയും കൃത്യതയും ഉറപ്പുവരുത്തിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ മേഖലയും സ്പർശിക്കുന്ന ഈ മാസഫലം കേവലം ഒരു പ്രവചനം എന്നതിലുപരി 2026 ഏപ്രിൽ മാസത്തിലേക്കുള്ള ഒരു ദീർഘവീക്ഷണം കൂടിയാണ്. സാമ്പത്തികം, തൊഴിൽ, കുടുംബം, ആത്മീയത, ആരോഗ്യം എന്നിങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ സ്പന്ദനങ്ങളും ഈ ഏപ്രിൽ മാസത്തിൽ എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചുള്ള ഒരു ഏകദേശ രൂപം നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. രോഹിണി നക്ഷത്രക്കാരുടെ കരിയറിനെ സംബന്ധിച്ച് 2026 ഏപ്രിൽ മാസം വളരെയധികം അധ്വാനവും അതേസമയം മികച്ച നേട്ടങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ മാസം ജോലിഭാരം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. നിലവിലുള്ള ഉത്തരവാദിത്തങ്ങൾക്ക് പുറമെ പുതിയ ചുമതലകൾ നിങ്ങളെ തേടിയെത്തും. ഇത് തുടക്കത്തിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കാമെങ്കിലും നിങ്ങളുടെ കരിയറിലെ വളർച്ചയ്ക്ക് ഇത് വലിയൊരു ചവിട്ടുപടിയായി മാറും. മേലധികാരികളിൽ നിന്ന് പ്രശംസ ലഭിക്കാനും സ്ഥാനക്കയറ്റത്തിനുള്ള ചർച്ചകൾ ആരംഭിക്കാനും ഈ സമയം അനുയോജ്യമാണ്. സഹപ്രവർത്തകരുമായുള്ള ബന്ധത്തിൽ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുന്നത് ഉചിതമായിരിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏപ്രിൽ 2ാം വാരത്തിന് ശേഷം നല്ല സമയമാണ്. പങ്കാളിത്ത കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ കണക്കുകളിൽ വ്യക്തത വരുത്തണം. വിദേശ വ്യാപാരങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് ഓർഡറുകൾ ലഭിക്കാനും ലാഭം കൊയ്യാനും സാധിക്കും. തുണിത്തരങ്ങൾ, ആഭരണങ്ങൾ, കൃഷി, കലയുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾ എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ മാസം മികച്ച ലാഭം പ്രതീക്ഷിക്കാം. രോഹിണി നക്ഷത്രക്കാർ പൊതുവെ കലാവാസനയുള്ളവരാണ്. എഴുത്തുകാർ, കലാകാരന്മാർ, സിനിമാ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർ എന്നിവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും. നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടുകയും പ്രശസ്തി വർദ്ധിക്കുകയും ചെയ്യുന്ന കാലമാണിത്. പുതിയ ജോലി തേടുന്നവർക്ക് ഏപ്രിൽ പകുതിയോടെ അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കും. പ്രത്യേകിച്ച് IT, ബാങ്കിംഗ്, അധ്യാപനം എന്നീ മേഖലകളിലുള്ളവർക്ക് മികച്ച ഓഫറുകൾ വരാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ രോഹിണി നക്ഷത്രക്കാർക്ക് ഈ മാസം മികച്ച ഫലങ്ങൾ നൽകുന്നുണ്ടെങ്കിലും ചെലവുകളുടെ കാര്യത്തിൽ ജാഗ്രത വേണം. ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം പ്രതീക്ഷിക്കാം. പഴയ കുടിശ്ശികകൾ തിരികെ ലഭിക്കുന്നത് വലിയ ആശ്വാസമാകും. കൃഷിയിൽ നിന്നും ഭൂമിയിൽ നിന്നുമുള്ള ആദായം വർദ്ധിക്കും. പാരമ്പര്യമായി ലഭിക്കേണ്ട സ്വത്തുക്കളുടെ കാര്യത്തിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടായേക്കാം. ചെലവുകൾ കൂടുന്നതിനനുസരിച്ച് ആഡംബര വസ്തുക്കൾക്കായി പണം ചെലവഴിക്കാൻ നിങ്ങൾ മുതിരും. വീട് അറ്റകുറ്റപ്പണി നടത്തുന്നതിനോ വാഹനങ്ങൾ വാങ്ങുന്നതിനോ ഈ മാസം പണം ചെലവാകാൻ സാധ്യതയുണ്ട്. അനാവശ്യമായ ചെലവുകൾ നിയന്ത്രിച്ചില്ലെങ്കിൽ മാസാവസാനം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം. ഓഹരി വിപണിയിലോ മ്യൂച്വൽ ഫണ്ടിലോ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നവർ വിദഗ്ധോപദേശം തേടിയ ശേഷം മാത്രം മുന്നോട്ട് പോവുക. ഭൂമിയിലോ സ്വർണത്തിലോ ഉള്ള നിക്ഷേപം ദീർഘകാലാടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഗുണകരമാകും. ലോട്ടറി അല്ലെങ്കിൽ പെട്ടെന്നുള്ള ലാഭം പ്രതീക്ഷിച്ചുള്ള ഭാഗ്യപരീക്ഷണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് നന്നായിരിക്കും. കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കുന്ന മാസമായിരിക്കും ഇത്. എങ്കിലും ചില കാര്യങ്ങളിൽ മിതത്വം പാലിക്കേണ്ടതുണ്ട്. പങ്കാളിയുമായി നിലനിന്നിരുന്ന ചെറിയ അസ്വാരസ്യങ്ങൾ മാറി ഐക്യമുണ്ടാകും. പരസ്പര വിശ്വാസവും സ്നേഹവും വർദ്ധിക്കും. മാസത്തിന്റെ മധ്യത്തോടെ പങ്കാളിയോടൊപ്പം ഒരു വിനോദയാത്ര പോകാൻ സാധ്യതയുണ്ട്. ദമ്പതികൾ തമ്മിൽ ആശയവിനിമയത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നത് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ സഹായിക്കും. കുട്ടികളുടെ ആരോഗ്യകാര്യത്തിലും വിദ്യാഭ്യാസ കാര്യത്തിലും മാതാപിതാക്കൾക്ക് സന്തോഷിക്കാൻ വകയുണ്ടാകും. മത്സര പരീക്ഷകളിൽ അവർ മികച്ച വിജയം കൈവരിക്കും. മക്കളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമാകാതെ നിന്നിരുന്നവർക്ക് ഈ മാസം ശുഭവാർത്തകൾ പ്രതീക്ഷിക്കാം.
മാതാപിതാക്കളുടെ ആരോഗ്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. അവരുടെ ആവശ്യങ്ങൾ കണ്ടിറങ്ങി പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് മാനസിക സംതൃപ്തി നൽകും. കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളുമായുള്ള ബന്ധം പുതുക്കാൻ ഈ സമയം പ്രയോജനപ്പെടുത്തുക. പ്രണയിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമാണ്. ബന്ധം വിവാഹത്തിലേക്ക് നീങ്ങുന്നതിനെ കുറിച്ച് വീട്ടുകാരുമായി സംസാരിക്കാൻ പറ്റിയ സമയമാണ്. മാനസികമായ ഉന്മേഷവും ആത്മീയമായ ഉണർവും ഈ മാസം രോഹിണി നക്ഷത്രക്കാർക്ക് അനുഭവപ്പെടും. തീർത്ഥാടന യാത്രകൾക്ക് പദ്ധതിയൊരുക്കും. നിത്യേനയുള്ള പ്രാർത്ഥനകളിലും ധ്യാനത്തിലും കൂടുതൽ സമയം ചെലവഴിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ആത്മീയ ഗുരുക്കന്മാരുടെ ഉപദേശങ്ങൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. മാസത്തിന്റെ ആദ്യ വാരത്തിൽ ചെറിയ തോതിൽ അനാവശ്യ ചിന്തകൾ നിങ്ങളെ അലട്ടിയേക്കാം. എന്നാൽ യോഗ, പ്രാണായാമം തുടങ്ങിയവ ശീലിക്കുന്നത് വഴി മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കും. മറ്റുള്ളവരെ സഹായിക്കുന്നത് വഴി ലഭിക്കുന്ന ആത്മസംതൃപ്തി വലുതായിരിക്കും. വിഷ്ണു ക്ഷേത്ര ദർശനവും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും നടത്തുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. ചന്ദ്രന്റെ അതിദേവതയായ ഭഗവതിയെ ആരാധിക്കുന്നത് മനസ്സമാധാനം നൽകും. ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ ഉദര രോഗങ്ങളോ വരാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണ കാര്യത്തിൽ അതീവ ജാഗ്രത വേണം. പുറത്തു നിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുക. രക്തസമ്മർദ്ദമോ പ്രമേഹമോ ഉള്ളവർ കൃത്യമായ ഇടവേളകളിൽ പരിശോധനകൾ നടത്തണം. രാത്രികാല യാത്രകളിൽ അതീവ ശ്രദ്ധ പുലർത്തുക. വേഗത കുറയ്ക്കുക. ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നത് അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. രോഹിണി നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് ഹോർമോൺ സംബന്ധമായ അസ്വസ്ഥതകളോ നടുവേദനകളോ അനുഭവപ്പെട്ടേക്കാം. വിശ്രമത്തിന് മതിയായ സമയം കണ്ടെത്തുക. വിദ്യാർത്ഥികൾക്ക് ഈ മാസം കഠിനാധ്വാനത്തിൻ്റെതാണ്. ഏകാഗ്രത കുറയാൻ സാധ്യതയുള്ള സമയമായതിനാൽ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും. മൊബൈൽ ഫോൺ, സോഷ്യൽ മീഡിയ എന്നിവയുടെ അമിത ഉപയോഗം നിയന്ത്രിക്കുക. വിദേശത്ത് ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ രേഖകൾ ലഭിക്കും. സ്കോളർഷിപ്പുകൾക്കായി അപേക്ഷിച്ചിട്ടുള്ളവർക്ക് ശുഭവാർത്ത പ്രതീക്ഷിക്കാം. മത്സര പരീക്ഷകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. പുതിയ വീട് നിർമ്മാണം ആരംഭിക്കാനോ വാഹനം വാങ്ങാനോ ആഗ്രഹിക്കുന്നവർക്ക് ഏപ്രിൽ 20-ന് ശേഷമുള്ള സമയം ഉത്തമമാണ്. വസ്തു സംബന്ധമായ ഇടപാടുകളിൽ സുതാര്യത ഉറപ്പാക്കുക. സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ജനപിന്തുണ വർദ്ധിക്കും. നിങ്ങളുടെ വാക്കുകൾക്ക് മറ്റുള്ളവർ വില നൽകുന്ന അവസ്ഥയുണ്ടാകും. എന്നാൽ സംസാരത്തിൽ മിതത്വം പാലിച്ചില്ലെങ്കിൽ അത് ശത്രുക്കളെ ക്ഷണിച്ചു വരുത്തും. പുതിയ സുഹൃത്തുക്കളെ ലഭിക്കുമെങ്കിലും അവരുടെ പശ്ചാത്തലം മനസ്സിലാക്കി മാത്രം അടുപ്പം സ്ഥാപിക്കുക. പഴയ സുഹൃത്തുക്കളിൽ നിന്ന് അപ്രതീക്ഷിത സഹായങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. 2026 ഏപ്രിലിലെ ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ദോഷങ്ങൾ കുറയ്ക്കുന്നതിനുമായി ചില പരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ്. എല്ലാ തിങ്കളാഴ്ചയും ശിവക്ഷേത്ര ദർശനം നടത്തുകയും ചന്ദ്രികാ സ്തോത്രം ജപിക്കുകയും ചെയ്യുന്നത് മനസ്സിന് സ്ഥിരത നൽകും. സാധുക്കൾക്ക് വെളുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങളോ ഭക്ഷണമോ ദാനം ചെയ്യുന്നത് സാമ്പത്തിക ഐശ്വര്യത്തിന് കാരണമാകും. ഓം നമോ നാരായണായ എന്ന മന്ത്രം ദിവസവും 108 തവണ ജപിക്കുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. വെള്ള, ക്രീം, ഇളനീല എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഈ മാസം നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി നൽകും. രാത്രിയിൽ ലഘുഭക്ഷണം ശീലമാക്കുക. ധാരാളം വെള്ളം കുടിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. ചുരുക്കത്തിൽ രോഹിണി നക്ഷത്രക്കാർക്ക് 2026 ഏപ്രിൽ മാസം വളർച്ചയുടെയും പക്വതയുടെയും കാലമാണ്. കരിയറിലെ ഉയർച്ചയും കുടുംബത്തിലെ സന്തോഷവും നിങ്ങളെ തേടിയെത്തും. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളെയും അനാവശ്യ ചെലവുകളെയും കരുതിയിരുന്നാൽ ഈ മാസം നിങ്ങൾക്ക് അവിസ്മരണീയമാക്കി മാറ്റാൻ സാധിക്കും. നിങ്ങളുടെ ആത്മവിശ്വാസവും കഠിനാധ്വാനവുമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത്. എല്ലാ കാര്യങ്ങളിലും ദൈവാനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുക.